MBBS, BDS, ആയുഷ് പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചത് ജൂൺ 4-നാണ്. അതിനുശേഷം ഈ ആശങ്ക ഇങ്ങനെ ഒരു നീറ്റലായി നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. അർജുൻ എം പ്രകാശ് എന്ന നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥി നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് അർജുൻ എം പ്രകാശ്. നീറ്റ് പരീക്ഷയിൽ എങ്ങനെയായിരുന്നു അർജുന് കിട്ടിയ സ്കോർ? ഗുഡ് ഈവനിംഗ്. എനിക്ക് ഇപ്രാവശ്യത്തെ നീറ്റിന് 650 മാർക്കിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം സ്കോർ കിട്ടിയിട്ടുണ്ട്. അന്ന് തന്നെ അത്യാവശ്യം നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടേണ്ട ഒരു ഇതായിരുന്നു, മാർക്കായിരുന്നു. പക്ഷേ ഇപ്പം കൗൺസിലിങ്ങിൻ്റെ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അഡ്മിഷൻ കിട്ടുമോ തന്നെ സംശയമാണ്. ഇപ്പം എന്താ അറിയില്ല. ഇത്തവണ ഹൈ കട്ട് ഓഫ് ആണ്, അതുകൊണ്ട് മെഡിക്കൽ പ്രവേശനം അല്ലാത്ത പക്ഷം 67 പേർക്ക് 1-ാം റാങ്ക്, 700-ന് മുകളിൽ മാർക്ക് ഒരുപാട് പേർക്ക്. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടേണ്ട അർജുന ഈ ഹൈ കട്ട് ഓഫ് ഒരു വിനയായി മാറുകയാണോ? ആണ് ഹൈ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഹൈ കട്ട് ഓഫിന് വരാൻ മാത്രം അത്ര സിമ്പിളായിട്ടൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ പരീക്ഷ പേപ്പർ നോക്കുകയാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞ വർഷ പരീക്ഷ പേപ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അതിന് അത്ര വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇപ്രാവശ്യം ഏതെങ്കിലും സബ്ജക്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് അത്യാവശ്യം ടഫായിട്ട് വരല്. പക്ഷേ ഇപ്രാവശ്യം എല്ലാം ഒരു മീഡിയം ലെവല്. ബയോളജി ലേശം ഇത്തിരി സ്ട്രെയിറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ അതിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് വന്നത്. ഈ പരീക്ഷ നടന്നപ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ കീ ആയിട്ട് ഡിസ്കഷനായിട്ട് യൂട്യൂബിലൊക്കെ എല്ലാ ഇതും വന്നെങ്കിൽ ഞങ്ങൾ അതിനെ വെച്ചിട്ട് സ്കോറൊക്കെ നോക്കി. അപ്പോൾ അവർ തന്നെ ഇതിൻ്റെ ഇപ്രാവശ്യം കുറേ കുട്ടികൾ പരീക്ഷ എഴുതിയതിൻ്റെയും പിന്നെ ഇപ്രാവശ്യത്തെ പരീക്ഷ പേപ്പർ ലേശം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ലെവൽ ലേശം അത്യാവശ്യം കുറഞ്ഞെങ്കിലും കഴിഞ്ഞ കൊല്ലത്തിനെ പോലെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒക്കെ വെച്ചിട്ട് ഈ സ്ഥാപനങ്ങളൊക്കെ കട്ട് ഓഫ് ഒക്കെ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 15 മാക്സിമം കൂടിപ്പോൾ 25 മാർക്ക് വരെ കേരളത്തിൽ കൂടുള്ളൂ എന്ന് പറഞ്ഞതാണ്. അത് തന്നെയാണ് ശരിക്കും വരേണ്ട കട്ട് ഓഫും. പക്ഷേ ഇപ്രാവശ്യം നല്ല ഒരു 680 അവിടം വരെ ജനറലിന് കേരളത്തിൽ വരുന്ന കട്ട് ഓഫ് തന്നെ വന്നിട്ടുണ്ട്. അതിപ്പം ഈ പരീക്ഷ പേപ്പറിൻ്റെ കാരണം കൊണ്ടല്ല, അത് വേറെ ഇപ്പം നടന്ന ഈ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഈ കട്ട് ഓഫ് ഇത്ര കൂടിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ എപ്പി സെന്ററായി പറയുന്നത് ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളാണ്. ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അർജുൻ്റെയും ശ്രദ്ധയിലേക്ക് വന്നു കാണുമല്ലോ. കേരളത്തിലും പലയിടങ്ങളിലേക്കും വിളിയെത്തി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങളും തുടരുന്നുണ്ട്. അർജുൻ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അങ്ങനെയുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ പലർക്കും സ്കോർ ഉയർത്താൻ സാധിച്ചുവെന്ന് അർജുൻ സ്വാഭാവികമായും സംശയിക്കുന്നുണ്ടോ, പഠിച്ച് പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ? ഈ ബീഹാറിൽ മാത്രമല്ല പല ഭാഗത്തായാലും പല രീതിയിലാണ്. കുറേ സ്ഥലത്ത് പേപ്പർ നേരിട്ട് തന്നെ ലീക്കായതും ടെലഗ്രാമിൽ കൂടി ലീക്കായതും പിന്നെ കുറേ പേരോട് OMR ഫില്ല് ചെയ്യാണ്ട് ബാക്കിയൊക്കെ വെക്കാനും സാറുമാർ പിന്നെ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ പല രീതിയിലാണ് പേപ്പർ ലീക്കായത്. അതിപ്പം ഇപ്പോൾ ബീഹാറിൽ മാത്രമാണെന്നില്ല, ഇന്ത്യയിലെ ഈ ടെലഗ്രാം തന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പം എവിടെയാണെങ്കിലും ഇപ്പം ഇന്ത്യ മൊത്തമായത് ലീക്കായത് തന്നെയാണ് നോക്കുന്നത്. ഇത്ര ഹൈക്ക് വരാൻ മാത്രമൊന്നും അത്ര പെട്ടെന്ന് ഇത്ര നല്ലോണമുള്ള അത്ര സിമ്പിൾ ആവേണ്ട ഇതൊന്നും വന്നിട്ടില്ല. ഇത്ര റിസൾട്ട് വരേണ്ട മാത്രം സിമ്പിൾ ആയിട്ടില്ല ഈ എക്സാം. എക്സാം സിമ്പിൾ ആയതുകൊണ്ടോ അല്ലെ കുട്ടികൾ ഇത്ര കൂടിയോണ്ടോ അല്ല. അർജുൻ, ഈ ഗ്രേസ് മാർക്ക് കൊടുത്തതിന് തന്നെ കൊടുക്കുന്ന ആ ഒരു മറുപടി എന്ന് പറയുന്നത് NCERT പാഠപുസ്തകത്തിലെ ഉത്തരത്തിന്റെ പിഴവിനാണ് ഗ്രേസ് മാർക്ക് എന്നൊക്കെയാണ് NTA വിശദീകരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് കേട്ട് കാണുമല്ലോ, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹം പറഞ്ഞത് ഈ സുതാര്യത ഉറപ്പാക്കും, പ്രൊഫഷണലിസം കൊണ്ടുവരുമെന്നൊക്കെയാണ്. അങ്ങനെ ഒരു പ്രൊഫഷണൽ ഏജൻസിയായാണ് NTA ആവിഷ്കരിച്ചത് തന്നെ. ആ ഏജൻസി നടത്തിയ പരീക്ഷയിൽ അൺപ്രൊഫഷണലിസവും ഇതുപോലെയുള്ള മാൽ പ്രാക്ടീസസും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഈ പരീക്ഷയുടെ ഒരു വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുകയല്ലേ അർജുൻ? അല്ല, ഈ ക്വസ്റ്റ്യനിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഇപ്രാവശ്യത്തെ NCERT കുറേ കുഴപ്പമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പുതിയ NCERT വന്നപ്പോൾ തന്നെ അതിലെ കുറേ ടോപ്പിക് കട്ടായിട്ടാണ് വന്നത്. പക്ഷേ നീറ്റ് എക്സാമിന് അതിൻ്റെ അകത്തില്ലാത്ത ടോപ്പിക്ക് കഴിഞ്ഞ NCERT പഴയ NCERT വെച്ച് പഠിക്കേണ്ട അവസ്ഥയിലായിരുന്നു ഉള്ളത്. അപ്പോൾ ഞങ്ങളത് വെച്ച് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം വന്നൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ എന്തായിരുന്നു, പഴയ NCERT വേറെ ഒരു ആൻസറും പുതിയ NCERT വേറൊരു ആൻസറും ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഉള്ളത്. പക്ഷേ ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കുഴപ്പമോ ഓപ്ഷനിലും അങ്ങനത്തെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാം, അതിനുള്ള മാർക്ക് കിട്ടുന്നതൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ ഈ ടൈമിനുള്ള ഗ്രേസ് മാർക്ക് പണ്ട് മുതലേ ഇല്ല. കഴിഞ്ഞ കൊല്ലം തന്നെ എത്രയോ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറേ പേജസ് തന്നെ മിസ് ചെയ്തിട്ട് അത് പേപ്പർ പിന്നെ വാങ്ങാൻ ചോദിച്ചപ്പോൾ അത് തിരിച്ചു കൊണ്ടു കൊടുത്ത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതിന് അരമണിക്കൂറൊക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ടൈം.
പക്ഷേ ഇപ്രാവശ്യം ടൈമിൻ്റെ അല്ല, അവർക്ക് ഇപ്പോൾ ടൈം പോയ കുട്ടികൾക്ക് കൂടുതൽ ടൈം കൊടുക്കുക അല്ലാണ്ട് ഈ ഗ്രേസ് മാർക്കിൻ്റെ പരിപാടി ഇത്ര കാലം വരെ ഇല്ലാത്തതായും ഞങ്ങൾക്ക് മുന്നേ പരീക്ഷ തുടങ്ങുന്ന തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻ തന്നിട്ട് ഇതിനെപ്പറ്റി എല്ലാം ടോപ്പിക്കും ഇതിൻ്റെ റൂൾസും എന്തൊക്കെയാണെന്നുള്ളതിലൊക്കെ ഉണ്ട് ഒക്കെ ഞങ്ങൾക്ക് തരുന്നതാണ്. അതിൻ്റെ അകത്ത് ഇതിനെപ്പറ്റി നമുക്ക് ടൈം പോയാൽ സുപ്രീം കോടതിനെ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ട് നമുക്ക് അതിനെപ്പറ്റി ചെയ്യാമെന്നോ അങ്ങനെയൊന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുമില്ല. ഇത്രയും കാലം വരെ അതിന് ടൈം പോയതിന് ഗ്രേസ് മാർക്ക് തന്നിട്ടുമില്ല. പക്ഷെ ഇപ്രാവശ്യം പെട്ടെന്ന് ഒരു മുന്നേ ഒന്നും പറയാണ്ട് തന്നെ പെട്ടെന്ന് തോന്നിയ പോലെ ഗ്രേസ് മാർക്ക് കൊടുക്കുകയും ചെയ്ത്. അർജുൻ ആവശ്യപ്പെടുന്നത് എന്താണ് ഇനി? ഇപ്പം എനിക്കിപ്പോൾ 650 മാർക്കാണ്. ഇപ്പം എന്നെക്കാളും കുറച്ചും കൂടിയും മാർക്ക് എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ട് തന്നെ മാർക്ക് കിട്ടിയ ഇപ്പം പേപ്പറിൻ്റെ ലീക്ക് കൊണ്ടോ അതുകൊണ്ടോ അല്ലാണ്ട് കഷ്ടപ്പെട്ട് തന്നെ കുട്ടികൾ 690 600 അതിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ കട്ട് ഓഫിനേക്കാളും മേലോട്ടേക്ക് മാർക്ക് ഇപ്പോഴത്തെ നിലവിലെ കട്ട് ഓഫിനേക്കാളും മാർക്ക് മേലോട്ട് വാങ്ങിയ കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ആ മാർക്കിന് തന്നെ നല്ലൊരു ഇപ്പം 690 ആ മാർക്കിനൊക്കെ നല്ല കോഴിക്കോട് തന്നെ നല്ല അഡ്മിഷൻ കിട്ടുന്ന മാർക്ക് തന്നെ. പക്ഷേ ഇപ്പോൾ അത് കിട്ടുമെന്ന് തന്നെ കുട്ടികൾക്ക് ഡൗട്ടാണ്. എന്നാലും അവർക്ക് അഡ്മിഷൻ കിട്ടുമല്ലോ എന്ന് ആശ്വസിക്കാൻ പറ്റും. എന്നാലും അനീതിയാണ്, അവർക്ക് കിട്ടേണ്ട അഡ്മിഷൻ അല്ല, നല്ലൊരു സ്ഥാപനത്തിലല്ല കിട്ടുന്നത്, എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. പക്ഷേ ഞങ്ങളിപ്പോൾ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന കുട്ടികളുണ്ട്. അഡ്മിഷൻ അർജുൻ പേഴ്സണലി ഇനി എന്താണ് ഇനിയിപ്പം അതല്ലാണ്ട് വേറെ വഴിയില്ല. അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പം കട്ട് ഓഫിന്റെ താഴെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചവരുണ്ട്. അപ്പം ഇപ്പം റീനീറ്റ് വേണമെന്ന് പറഞ്ഞാൽ തന്നെ ഈ മാർക്ക് കിട്ടിയ കുട്ടികൾ പിന്നെ ഇത് ഇപ്പം ടച്ച് വിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നെ കുറേ സമയം കഴിഞ്ഞു, നീറ്റ് എക്സാം കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞു. ഇപ്പം ടച്ച് വിട്ട് പോയതുണ്ട്. അപ്പോൾ അവർക്ക് ഇനി ഈ മാർക്ക് നേടണമെന്ന് ഒരു ഇതുമില്ല. അപ്പോൾ അവരോട് ചെയ്യുന്ന അനീതിയാണ്. ഇപ്പം റീനീറ്റ് നടന്നില്ലെങ്കിൽ ഞങ്ങളോടും ചെയ്യുന്ന അനീതിയാണ്. അപ്പം എന്താ അറിയില്ല, ഇനിയിപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു സീറ്റ് ഇനി കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു നിലവാരം അതൊക്കെ വെച്ചിട്ട് ഒരു നിർണയിച്ചൊരു കൂടിപ്പോയാൽ കഴിഞ്ഞേക്കാൾ 25-15 മാർക്ക് വരെ കട്ട് ഓഫ് കൂടിയ രീതിയിൽ തന്നെ ഒരു കട്ട് ഓഫ് ആയിരുന്നു തീരുമാനിച്ചു. അതിന് വരെ ഒരു സീറ്റ് കൂട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രൈവറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട്, എന്നാലും അനീതി തന്നെയാണ്. അർജുൻ അടങ്ങുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ആ ഒരു അനീതി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് റിപ്പോർട്ടർ ഇന്ന് ഈ വൈകുന്നേരം ഈ വാർത്ത വളരെ ശക്തമായി തന്നെ എടുത്തത്. ഈ അനീതിക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു ഫോർ ജോയിനിങ് അസ്. അർജുനം പ്രകാശാണ് നമുക്കൊപ്പം. നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയാണ്. കട്ട് ഓഫ് മാർക്ക് ഹൈ കട്ട് ഓഫിലേക്ക് പോയതോടുകൂടി അർജുന നല്ല ഒരു കോളേജിൽ കിട്ടേണ്ട അവസരമാണ് നഷ്ടമായിരിക്കുന്നത്. അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു അർജുൻ ഫോർ ജോയിനിങ് അസ്.